എല്ലാവർക്കും ഷേപ്പ് യുവർ ഡേയിലേക്ക് സ്വാഗതം. ഒട്ടും കൃഷി അറിയത്തില്ലാത്തവർക്ക് പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിനയുടെ ചെടി വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് പറ്റുന്ന നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സൂത്രപ്പണികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണണം, സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. ഒരൊറ്റ തണ്ട് പുതിന ഉണ്ടെങ്കിൽ നമുക്കൊരു കാട് പുതിന കിട്ടും. നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളൊരു പുതിനയുടെ ചെടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് ഞാൻ ഈ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു വലിയ കൃഷിക്കാരിയൊന്നുമല്ല. ഇതുവരെ ചെയ്തിട്ടുള്ള പുതിന പലപ്പോഴും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയും ചെടിയായിട്ട് വാങ്ങിക്കുകയും പല രീതിയിൽ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫ്ലോപ്പായി പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിനയുടെ തണ്ടില്ലല്ലോ. അപ്പം നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പുതിനയുടെ തണ്ട് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിനകത്തെ ഓരോ ഇലയും മാറ്റിയിട്ട് ഈ തണ്ടിൻ്റെ തുമ്പത്തായിട്ട് നല്ല കിളുന്ത ഇല 2-3 ഉണ്ടല്ലോ, അത് മാത്രമായിട്ട് വെക്കുക. ബാക്കിയുള്ള എല്ലാ ഇലകളും മാറ്റുക. കാരണം നമ്മൾ അതിനകത്ത് ഇല വെച്ചിരുന്നാലും നമ്മൾ വെള്ളത്തിൽ വെക്കുമ്പോഴത്തേക്കും ഇലകളെല്ലാം ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് അതിനകത്ത് പരമാവധി ഇലകൾ കുറച്ച് മതി, 2-3. ഈ പുതിനയുടെ തണ്ട് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ മുട്ടകൾ പോലത്തെ ഭാഗമുണ്ട്, അതായത് നോട്ട്സ്. ഈ നോട്ട്സിൽ നിന്നായിരിക്കും വേരുകളും അതിൻ്റെ ശിഖരങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഈ നോഡിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ചെടി ആ നോഡിൻ്റെ താഴ്വശം വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണ്ടിന് ഒരുപാട് നീളം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണം. കാരണം ഒരുപാട് തണ്ട് നീളമുള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാനായിട്ട് പാടായിരിക്കും. കാരണം നമ്മൾ ഈ കുഞ്ഞു തൈയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് പെടന്നു പോകത്തില്ലല്ലോ. സാധാരണ പൈപ്പ് വെള്ളത്തിലാണ് ഞാനിത് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അടുക്കളയുടെ ജനലിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമുക്ക് ഗ്ലാസ് പാത്രത്തിലായാലും പ്ലാസ്റ്റിക് പാത്രത്തിലായാലും അതൊന്നും ഒരു കുഴപ്പമില്ല. ഏത് തരത്തിലുള്ള പാത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഓരോ കാലാവസ്ഥയുടെയും ഒക്കെ അനുസരിച്ച് 3 ദിവസം മുതൽ ഒരാഴ്ച വരെ എടുക്കും ഇതിന് വേര് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനിയിപ്പം വേര് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി തയ്യാറാക്കണം. ചട്ടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ വെള്ളം പോകുന്ന തരത്തിലുള്ള ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഒട്ടും പാടില്ല. ഇവിടെ കിട്ടുന്ന രീതിയിലുള്ള സാധാരണ കമ്പോസ്റ്റ് വളം അടങ്ങിയിട്ടുള്ള മണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മണ്ണ് നമ്മൾ ഈ ചെടി കുഴിച്ച് വെക്കാൻ നേരത്ത് ഈ ചെടി ചെരിച്ചാണ് നടുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആഴത്തിൽ മണ്ണ് കുഴിച്ചിട്ട് നടത്തില്ല. ചെറുതായിട്ടൊന്ന് ചെരിച്ച് അന്ന് മണ്ണൊന്ന് അമക്കി വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഈ പുതിനയ്ക്ക് നന്നായിട്ട് ഈ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് നന്നായിട്ട് പടർന്ന് നല്ല വലിയതാവുന്ന ചെടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ചട്ടി എടുക്കുമ്പോഴത്തേക്കും ഈ ചട്ടിയുടെയൊക്കെ വലിപ്പത്തിന് അനുസരിച്ച് വേണം തൈകൾ നടാൻ വേണ്ടി. ഇപ്പം ഞാനിവിടെ ഈ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ തൈയാണ് നട്ടിരിക്കുന്നത്. ഈ ചെടി ഇനി ഈ ചട്ടിയിലെ മണ്ണിൽ വേര് പിടിക്കുന്നിടം വരെയും നമ്മൾ ദിവസത്തിൽ 2 നേരം രാവിലെയും വൈകിട്ടുമെല്ലാം ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം. ഈ ചെടി നട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഈ തൂവി കൊടുത്തിരിക്കുന്നത് കാപ്പിമട്ടാണ്. കാപ്പിമട്ടെന്ന് പറഞ്ഞാൽ നനഞ്ഞിട്ട് ഉടനെ നമ്മൾ ഇടാൻ പാടില്ല. ഈ പൂപ്പലൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ഈ പഞ്ചസാരയൊന്നും ഇല്ലാതെ നമ്മൾ കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ മട്ട എടുത്തിട്ട് ഉണക്കിയിട്ടാണ് ഇതിങ്ങനെ തൂവി കൊടുക്കുന്നത്. അതായത് കുറച്ചിങ്ങനെ ഒന്ന് തൂവി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം ഈ കാപ്പിമട്ടിൽ നിന്ന് നന്നായിട്ട് ഈ നൈട്രജൻ ഉണ്ട്. അപ്പോൾ അത് പയ്യെയാണ് ചെടികൾക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പം ഈ കാപ്പിമട്ട് ഒത്തിരി നല്ലതാണ് ഈ ചെടി വളരാനായിട്ട്. ചട്ടി വെക്കുന്ന കാര്യത്തിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലാണ്. അതായത് വൈകുന്നേരത്തെ വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് ഇതിന് ഏറ്റവും ഉത്തമം. അതായത് നേരിട്ട് സൂര്യപ്രകാശം, അതായത് ശക്തമായിട്ടുള്ള സൂര്യപ്രകാശം അതിന് ഈ ചെടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് ഇതിന് ഉത്തമം. ഈ കാപ്പിപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് വേറൊരു നല്ല ഉപകാരം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ പറഞ്ഞു തരാം. ഈ പുതിനയുടെ തന്നെ അരി പാകിയിട്ട് നിങ്ങൾ ചെടി കിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ അത് കിളുക്കത്തില്ല. ഈ തൈ നടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ ചെടി വലുതായി കഴിഞ്ഞിട്ട് റീപോട്ടിങ് വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി നടുമ്പോഴുമാണ് ഇതുപോലെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. മുമ്പൊക്കെ ഞാൻ അടുക്കളയിലേക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പുതിനയുടെ ചെടിയുടെ കമ്പങ്ങ് മുറിച്ചെടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം ആ ചെടിയിലുള്ള മൂത്ത ഇലകൾ നോക്കി പറിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തണ്ട് എന്താ പറയുക കുറച്ചൊന്ന് മൂക്കുകയും പിന്നെ അതിൽ നിന്ന് തന്നെ വേരുകളുണ്ടായി പുതിയ ചെടി ഉണ്ടാവാനായിട്ട് ഇടവരും. അപ്പം നമ്മുടെ ചെടി നന്നായിട്ട് വലുതാവും. ചെടി വളർന്ന് ഒരുപാട് ശാഖകളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പല ശാഖകളിൽ നിന്നും വേരുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ വേരിൻ്റെയൊക്കെ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് മണ്ണിങ്ങനെ അടുപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് പിന്നീട് വീണ്ടും ഈ ചെടി വലുതായി പല ബ്രാഞ്ചുകൾ ഉണ്ടാവാനായിട്ട് സഹായമാവും. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ കുറേ ഈച്ചകളും ഇതൊക്കെ വന്നിട്ട് അതെങ്ങനെയും നശിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ കാപ്പിപ്പൊടി ഒന്ന് തൂവി കൊടുക്കുകയാണെങ്കിൽ
ഈ പലതരത്തിലുള്ള ഒച്ചുകളും ഈച്ചകളും പല കീടങ്ങളും വരാതിരിക്കാനായിട്ട് സഹായമാവും. ഇനി നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിലെ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് മുട്ടയുടെ തോട്, പഴത്തിൻ്റെ തൊലി, അതുപോലെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തൊലി, ഇവയെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നു. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം നമ്മൾ ചേർത്തിട്ട് ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നു. ഏത് ആടി നിൽക്കുന്ന ചെടിയും നല്ല സൂപ്പറായിട്ട് വളർന്നു വരും. കാരണം ഈ ഒരു കോമ്പിനേഷനകത്ത് നന്നായിട്ട് NPK ഉണ്ട്. ഇത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്നും ചെയ്തു കൊടുത്തേച്ചാൽ മതി, എന്നും ഒന്നും ചെയ്തു കൊടുക്കേണ്ടയും ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഒത്തിരി ഉപകാരപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇതെല്ലാം നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കമൻ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.